ഇപ്പോൾ നമുക്കിടയിൽ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണല്ലോ പ്രമേഹം. പ്രമേഹം പലതരത്തിലുമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇതിൽ പ്രധാനമായവയാണ് ടൈപ്പ് 1 ഡയബറ്റിസ്, ടൈപ്പ് 2 ഡയബറ്റിസ്, പിന്നീട് ജെസ്റ്റേഷണൽ ഡയബറ്റിസ് അഥവാ ഗർഭിണികളിൽ കണ്ടുവരുന്ന പ്രമേഹം. ഇതിൽ ടൈപ്പ് 2 ഡയബറ്റിസ് ആണ് സർവ്വസാധാരണമായി കാണപ്പെടുന്നത്. സാധാരണഗതിയിൽ ആഹാര രീതിയിലുള്ള നിയന്ത്രണം കൊണ്ടും വ്യായാമ മുറകൾ കൊണ്ടുമൊക്കെ ഒരു പരിധിവരെ ടൈപ്പ് 2 ഡയബറ്റിസിൽ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. ഇനിയിപ്പോൾ അതുകൊണ്ട് സാധ്യമായില്ലെങ്കിൽ പലതരത്തിലുള്ള ഗുളികകൾ ഉപയോഗിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണാധീനമാക്കാവുന്നതാണ്. ഇത് എല്ലാം ശ്രമിച്ചു നോക്കിയിട്ടും ചില സമയത്ത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുന്നില്ലെങ്കിൽ ചില സമയങ്ങളിലെങ്കിലും ഡോക്ടർമാർ രോഗികളോട് ഇൻസുലിൻ കുത്തിവയ്പ്പ് നടത്താനായിട്ട് ഉപദേശം നൽകാറുണ്ട്. ഇത് ഇങ്ങനെ പഞ്ചസാര നിയന്ത്രണാധീനമായിട്ടില്ലെങ്കിൽ മാത്രമല്ല, മറ്റു ചില സന്ദർഭങ്ങളിലും ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് ഇൻസുലിൻ കുത്തിവയ്പ്പ് നടത്തേണ്ടി വരും. അതായത് ഇപ്പോൾ പ്രമേഹ രോഗികളിൽ എന്തെങ്കിലും ശസ്ത്രക്രിയ ആവശ്യമായിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുന്ന സമയങ്ങളിലൊക്കെ അവർക്ക് ഇൻസുലിൻ കുത്തിവയ്പ്പ് നടത്തേണ്ടി വരുന്നതാണ്. പിന്നെ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള രോഗികൾ അവർ ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് ആണ്. അവരുടെ ശരീരത്തിൽ തീരെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളിൽ തുടങ്ങി കാണപ്പെടുന്ന ഈ അസുഖത്തിന് ഇൻസുലിൻ കുത്തിവയ്പ്പ് അത്യന്താപേക്ഷിതമാണ്. പിന്നീട് ഗർഭിണികളിലുള്ള ഡയബറ്റീസ് അഥവാ ജെസ്റ്റേഷണൽ ഡയബറ്റീസിലും ആഹാരക്രമത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷവും ഗ്ലൂക്കോസ് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല, രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണം സാധ്യമായിട്ടില്ലെങ്കിൽ ഇവർക്കും ഗുളിക നൽകാൻ സാധിക്കുകയില്ല. ഇൻസുലിൻ കുത്തിവയ്പ്പ് നിർബന്ധമാണ്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലായിട്ട് ഇൻസുലിൻ എടുക്കണമെന്ന് രോഗികളോട് ഡോക്ടർമാർ നിർദ്ദേശം നൽകാറുണ്ട്. എന്നാൽ ഇൻസുലിൻ എടുക്കുക എന്ന് പറയുമ്പോൾ രോഗികളുടെ മനസ്സിൽ പെട്ടെന്ന് വല്ലാത്തൊരു ഭയമാണ് അനുഭവപ്പെടുക. കാരണം എല്ലാവരും കുത്തിവയ്പ്പ് അഥവാ സൂചിയെ ഭയക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്. പക്ഷേ ഇൻസുലിൻ കുത്തിവയ്ക്കുന്ന സൂചി വളരെ ചെറുതും കുത്തിവയ്പ്പ് തീർത്തും വേദനാരഹിതവുമാണെന്നാണ് ഇത് എടുക്കുന്ന ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒരിക്കൽ ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ ഷുഗർ നിയന്ത്രിക്കാൻ നല്ലപോലെ സാധിക്കുമെന്നുള്ളത് കൊണ്ട്, പ്രമേഹം കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം നല്ല ഒരളവിൽ കുറയ്ക്കാമെന്നുള്ളത് കൊണ്ടും ഇൻസുലിൻ കുത്തിവയ്പ്പ് നടത്തുന്നത് അത് ആവശ്യമായ രോഗികൾക്ക് തീർത്തും ഗുണപ്രദമായിരിക്കും. ഇനിയിപ്പോൾ ഇൻസുലിൻ എടുക്കാൻ ഒരാൾ രോഗിയോട് നിർദ്ദേശം നൽകുമ്പോൾ സാധാരണ മറ്റു മരുന്നുകൾ കുത്തിവെക്കുന്നത് പോലെയല്ല. ഇത് ദിവസവും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2, 3, 4 പ്രാവശ്യം എടുക്കേണ്ട ഇഞ്ചക്ഷനാണ്. വേറൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായി തന്നെ ഇൻസുലിൻ കുത്തിവയ്പ്പ് നടത്താൻ രോഗികൾക്ക് കഴിയും. കാരണം അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ഇൻസുലിൻ കുത്തിവയ്പ്പിന് വേറൊരാളുടെ സഹായം തേടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രായോഗികമല്ലല്ലോ. അപ്പോൾ ഡോക്ടർമാരല്ലെങ്കിൽ നേഴ്സുമാർ എങ്ങനെയാണ് ഈ കുത്തിവയ്പ്പ് നടത്തുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പരിശീലനം തീർച്ചയായിട്ടും രോഗികൾക്ക് നൽകുന്നതും ക്രമേണ അത് പ്രാക്ടീസ് കൊണ്ട് പെർഫെക്ഷൻ വരുന്നത് മാതിരി കുറച്ച് ദിവസം കൊണ്ട് അത് കൃത്യമായിട്ട് വേണ്ടത്ര ഡോസ് വേണ്ട സമയത്ത് കുത്തിവയ്ക്കാൻ രോഗിക്ക് സാധിക്കുന്നതുമാണ്. ഇന്ന് മാർക്കറ്റിൽ പലതരത്തിലുള്ള ഇൻസുലിനുകളും ലഭ്യമാണ്. കുത്തിവെച്ച ശേഷം എത്ര നേരത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിക്കുന്നു, എത്ര നേരം വരെ പ്രവർത്തനം നിലനിൽക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ട് നമ്മൾക്ക് ഇൻസുലിനെ പലതായി തരംതിരിക്കാം. ക്വിക്ക് ആക്ടിംഗ് ഇൻസുലിൻ അഥവാ കുത്തിവെച്ച ശേഷം 5 മുതൽ 15 മിനിറ്റിനുള്ളിൽ പ്രവർത്തനം ആരംഭിച്ച് ഒരു 3-4 മണിക്കൂർ വരെ പ്രവർത്തനം നിലനിൽക്കുന്ന ഇൻസുലിനാണ് ക്വിക്ക് ആക്ടിംഗ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ അടുത്ത കാലത്തായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള ചില ഇൻസുലിനുകൾ ഇങ്ങനെ ക്വിക്ക് ആക്ടിംഗ് ഇൻസുലിനാണ്. ഇതിൽ പ്രധാനമായിട്ട് ഇൻസുലിൻ ലിസ്പ്രോ അല്ലെങ്കിൽ ഇൻസുലിൻ അസ്പാർട്ട്, ഇങ്ങനെ 2 ഇൻസുലിനാണ് പ്രധാനമായിട്ടും ഈ കാറ്റഗറിയിലുള്ളത്. പിന്നെ ഷോർട്ട് ആക്ടിംഗ് ഇൻസുലിൻ, റാപ്പിഡ് ഓൺസെറ്റ് ഷോർട്ട് ആക്ടിംഗ് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇതിനെ നമ്മൾ സാധാരണ റെഗുലർ ഇൻസുലിൻ എന്നാണ് പറയുന്നത്. ഇത് ക്ലിയർ സൊല്യൂഷൻ ആയിരിക്കും. കുത്തിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. പ്രവർത്തനം ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ നിലനിൽക്കും. പിന്നെ ഇൻ്റർമീഡിയറ്റ് ആക്ടിംഗ് ഇൻസുലിൻ, അതിൻ്റെ വേറെ പലതരത്തിലുള്ള ഇൻ്റർമീഡിയറ്റ് ആക്ഷൻ ഇൻസുലിൻ ഉണ്ട്. ലെൻഡെ ഇൻസുലിൻ അഥവാ NPH ഇൻസുലിൻ, അതെല്ലാം ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇത് കുറച്ച് ക്ലൗഡി ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും. വെള്ളം പോലെ ഉണ്ടാവില്ല, കുറച്ച് ക്ലൗഡി ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും. ഇത് നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവർത്തനം തുടങ്ങാൻ കുറച്ച് താമസമുണ്ട്. ഒരു 3 to 4 hours കഴിഞ്ഞിട്ട് പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ. എന്നാൽ ഇതിൻ്റെ പ്രവർത്തനം 16 മുതൽ 24 മണിക്കൂർ വരെ നിലനിൽക്കുന്നതാണ്. അത് ഇൻ്റർമീഡിയറ്റ് ആക്ഷൻ ഇൻസുലിൻ. പിന്നെ ലോങ് ആക്ടിംഗ് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. സാധാരണഗതിയിൽ അൾട്രാ ലെൻഡെ എന്ന് പറയും.
ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് 3-4 മണിക്കൂർ കുത്തിവെച്ച് കഴിഞ്ഞ ശേഷം 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടേ പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ. ഇതിൻ്റെ പ്രവർത്തനം ഒരു 24 മുതൽ 28 മണിക്കൂർ വരെ നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഇൻസുലിൻ ഗ്ലാർജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോങ് ആക്ടിങ് ഇൻസുലിൻ ഉണ്ട്. അത് 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ച് 24 മണിക്കൂർ വരെ പ്രവർത്തനം നിലനിൽക്കുന്ന ഒരു ഇൻസുലിനാണ്. ഇപ്പോൾ നമ്മൾ ഏത് ഇൻസുലിനാണ് കുത്തിവെക്കേണ്ടത് എന്നുള്ളത് ഡോക്ടർ എങ്ങനെയാണ് തീരുമാനിക്കുക? ഇപ്പോൾ ഒരു പ്രമേഹ രോഗിയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ദിവസത്തിൽ പല നേരങ്ങളിലായിട്ട് വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഫാസ്റ്റിംഗ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ്, പ്രാതലിന് മുമ്പ് ഉള്ള ബ്ലഡ് ഗ്ലൂക്കോസ്, പ്രാതൽ കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഗ്ലൂക്കോസ്, ഉച്ചയ്ക്ക് ലഞ്ചിന് മുമ്പുള്ള ഷുഗർ, ലഞ്ച് കഴിഞ്ഞിട്ടുള്ള ഗ്ലൂക്കോസ്, അല്ലെങ്കിൽ രാത്രി ഡിന്നറിന് മുമ്പ് അത്താഴത്തിന് മുന്നേയുള്ള ബ്ലഡ് ഷുഗർ, അത്താഴം കഴിഞ്ഞിട്ടുള്ളത്, രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപുള്ള ബ്ലഡ് ഷുഗർ, ഇങ്ങനെ പല സമയത്തിലുള്ള ബ്ലഡ് ഷുഗർ നമ്മൾ കണക്കാക്കിയിട്ട് ഓരോ വ്യക്തിക്കും അതിൻ്റേതായിട്ടുള്ള ഭാഗത്തിന് ഡോസായിട്ടും ഏത് തരത്തിലുള്ള ഇൻസുലിനാണ് വേണ്ടതെന്നുള്ളതും ഡോക്ടർ തീരുമാനിക്കുന്നതാണ്. പിന്നെ എപ്പോഴാണ് ഒരാൾ ഇൻസുലിൻ എടുക്കേണ്ടത് എന്നുള്ളതും ഡോക്ടർ തന്നെ തീരുമാനിക്കും. അതും ഈ ബ്ലഡ് ഗ്ലൂക്കോസിനെ ആധാരമാക്കിയിട്ടാണ് തീരുമാനിക്കുക. ഓരോ രോഗിക്കും പ്രത്യേക തരത്തിലുള്ള ഡോസും പ്രത്യേക തരത്തിലുള്ള സമയവുമായിരിക്കും തീരുമാനിക്കേണ്ടത്. സാധാരണഗതിയിൽ 1-2 സമയം ഇൻസുലിൻ എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു പ്രാവശ്യം എടുത്താലും മതിയാകും. പക്ഷേ ചില അവസരങ്ങളിൽ അത് മതിയാകാതെ 3-4 അവസരങ്ങളിൽ ദിവസേന ഇൻസുലിൻ എടുക്കേണ്ട സ്ഥിതിവിശേഷവും ഉണ്ടാകാറുണ്ട്. നമ്മൾ സാധാരണഗതിയിലുള്ള ഇൻസുലിനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് ഇൻസുലിൻ എടുക്കണം. എന്നാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് സാധാരണ ഇൻസുലിനുകളൊക്കെ പ്രവർത്തനം ആരംഭിക്കുക. ക്വിക്ക് ആക്ടിങ് ഇൻസുലിൻ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുതിയ ഇൻസുലിൻ മാത്രമേ കുത്തിവയ്പ്പിന് ശേഷം 5 മുതൽ 15 മിനിറ്റിൻ്റെ ഉള്ളിൽ പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ. ബാക്കി ഇൻസുലിനൊക്കെ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ 30 മിനിറ്റ് കഴിഞ്ഞ ശേഷമേ പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ഇൻസുലിൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് സാധാരണ 75% പ്രമേഹ രോഗികളും ഈ നിയമം പാലിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ക്വിക്ക് ആക്ടിങ് ഇൻസുലിനൊക്കെ ഒരു മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. ഇത്തരം രോഗികൾക്ക് ഇൻസുലിൻ എടുത്ത ഉടനെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡോക്ടർ തീരുമാനിച്ച ശേഷം എപ്പോഴൊക്കെയാണ് ഏതൊക്കെ ഡോസിലാണ് ഇൻസുലിൻ കുത്തിവെക്കേണ്ടത് എന്ന് രോഗിയെ അറിയിക്കുന്നതാണ്.